ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീത്തൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലേണേഴ്സ് ചോദ്യാവലിയിൽ 16 ലെവൽ വരെ ഓൾറെഡി കംപ്ലീറ്റഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡും ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇന്ന് നമ്മൾ 17ാമത്തെ ലെവലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതോടുകൂടി ലേണേഴ്സ് ചോദ്യാവലിയിലെ ഈസി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കഴിയുകയാണ് കേട്ടോ. മൊത്തം 41 ലെവലാണ് ഉള്ളത്. പക്ഷേ 1 മുതൽ 17 വരെയുള്ള ലെവൽ ഈസി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇതിൽ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻസ് മീഡിയം ലെവൽ, ഏറ്റവും ലാസ്റ്റ് ഹാർഡ് ലെവൽ, അങ്ങനെ 3 ലെവലായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1 മുതൽ 17 വരെയുള്ളത് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഈസി ക്വസ്റ്റ്യൻ ലെവലിലെ 17ാമത്തെ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈസി ക്വസ്റ്റ്യൻസ് ലെവലിൽ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് മോക്ക് ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. എത്ര മാർക്ക് നമുക്ക് കിട്ടും? കാരണം നമ്മളിപ്പോൾ ഒരു 17 ലെവലോളം ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിൽ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു ലെവലിൽ തന്നെ 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്ര മാർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, പാസ്സാവുന്നുണ്ടോ, ഫെയിലാകുന്നുണ്ടോ. നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും സ്പീഡ് ആൻഡ് ആക്യുറസി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളത് ഒരു തവണ ചെയ്തിട്ട് എനിക്കറിയാമെന്ന് കരുതി നമ്മൾ അത് ചെയ്യാതിരിക്കരുത്. റിപ്പീറ്റഡായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ചെയ്യാനും മോക്ക് ടെസ്റ്റ് നല്ല സ്പീഡോട് കൂടി ചെയ്യാനും നമുക്ക് കഴിയണം. അപ്പോൾ അത് ഈ MVD ലീഡ്സ് ആപ്പ് തന്നെ പഠിക്കണം. അതിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ലെവൽസും നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. അതുപോലെ തന്നെ ലേണേഴ്സ് എക്സാമിന് പോകുമ്പോഴും നമുക്ക് ടൈം ഒരു പ്രശ്നമേ അല്ല. നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് പാസ്സാവാനും പറ്റും, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് പാസ്സാവാനും പറ്റും. ആ ഒരു കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിന് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് 17ാമത്തെ ലെവൽ ഡിസ്കസ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിൽ 17 ലെവൽ വരെ ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിനുശേഷം ലെവൽ 18 മുതൽ 33 ലെവൽ വരെ വരുന്നത് മീഡിയം ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം ലെവൽ 34 മുതൽ 41 വരെ ഹാർഡ് ലെവലായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു 17 ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ലെവൽ 17 നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെവൽ 17 ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഒരു വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ബ്രേക്കിംഗ് സിസ്റ്റം നിയന്ത്രിക്കുക. ഓപ്ഷൻ ബി ഗിയർ ഓട്ടോമാറ്റിക്കായി മാറ്റുക. ഓപ്ഷൻ സി ആക്സിലറേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ. ഓപ്ഷൻ ഡി വാഹനം സ്റ്റിയർ ചെയ്യുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ആക്സിലറേറ്റർ ഉപയോഗിക്കാതെ സ്ഥിരമായ വേഗത നിലനിർത്താൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: റോഡിന് സമാന്തരമായി പാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ പാർക്കിംഗ് സ്ഥലത്ത് മുന്നിലുള്ള വാഹനവുമായി നേർരേഖയിലാക്കുക. ഓപ്ഷൻ ബി കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. ഓപ്ഷൻ സി പാർക്ക് ചെയ്യുന്നതിന് മുമ്പ് സിഗ്നൽ നൽകുക. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: MSM ഇതിൻ്റെ ശരിയായ ക്രമം എന്താണ്? ഓപ്ഷൻ എ സിഗ്നൽ മാനുവർ മിറർ. ഓപ്ഷൻ ബി മിറർ സ്പീഡ് മാനുവർ. ഓപ്ഷൻ സി മിറർ സിഗ്നൽ മാനുവർ. ഓപ്ഷൻ ഡി സിഗ്നൽ മിറർ മാനുവർ. MSM എന്നതിൻ്റെ ശരിയായ ക്രമം എന്താണ് എന്നതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിറർ സിഗ്നൽ മാനുവർ. നാലാമത്തെ ക്വസ്റ്റ്യൻ: MSM തത്വം അനുസരിച്ച് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണാടികൾ പരിശോധിക്കേണ്ടത്? ഓപ്ഷൻ എ പാത മാറുമ്പോൾ മാത്രം.
ഓപ്ഷൻ ബി സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും മുൻപ്. ഓപ്ഷൻ സി സിഗ്നൽ നൽകിയതിന് ശേഷം. ഓപ്ഷൻ ഡി വളവ് വളഞ്ഞതിന് ശേഷം. MSM തത്വം അനുസരിച്ച് എപ്പോഴാണ് നിങ്ങളുടെ കണ്ണാടികൾ പരിശോധിക്കേണ്ടത് എന്നതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സിഗ്നൽ നൽകുന്നതിനും എന്തെങ്കിലും പ്രവർത്തനം നടത്തുന്നതിനും മുൻപ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇനി പറയുന്നവയിൽ ഏതാണ് PSL തത്വത്തെ നന്നായി വിവരിക്കുന്നത്? ഓപ്ഷൻ എ പൊസിഷൻ സ്പീഡ് ലുക്ക്. ഓപ്ഷൻ ബി പൊസിഷൻ സിഗ്നൽ ലുക്ക്. ഓപ്ഷൻ സി പൊസിഷൻ സ്പീഡ് മാനുവർ. ഓപ്ഷൻ ഡി പൊസിഷൻ സ്പീഡ് മിറർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഇനി പറയുന്നവയിൽ ഏതാണ് PSL തത്വത്തെ നന്നായി വിവരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പൊസിഷൻ സ്പീഡ് ലുക്ക്. ആറാമത്തെ ക്വസ്റ്റ്യൻ, PSL തത്വം അനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് ആദ്യമായി പരിശോധിക്കേണ്ടത്. ഓപ്ഷൻ എ നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത. ഓപ്ഷൻ ബി റോഡിൻ്റെ സ്ഥാനം. ഓപ്ഷൻ സി നിങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകൾ. ഓപ്ഷൻ ഡി നിങ്ങളുടെ പുറകിലെ കാർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റോഡിൻ്റെ സ്ഥാനം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇടത്തേക്ക് തിരിയാൻ നിങ്ങൾ ഒരു ജംഗ്ഷനെ സമീപിക്കുകയാണ്. MSM തത്വം അനുസരിച്ച് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് മിററുകൾ പരിശോധിച്ച് തിരിയുക. ഓപ്ഷൻ ബി ഇടത്തേക്ക് സിഗ്നൽ നൽകി ഉടൻ തിരിയുക. ഓപ്ഷൻ സി തിരിഞ്ഞതിന് ശേഷം കണ്ണാടികളും ബ്ലൈൻഡ് സ്പോട്ടുകളും പരിശോധിക്കുക. ഓപ്ഷൻ ഡി മിററുകൾ പരിശോധിക്കുക, ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് സുരക്ഷിതമായി തിരിയുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മിററുകൾ പരിശോധിക്കുക, ഇടത്തേക്ക് സിഗ്നൽ ചെയ്യുക, തുടർന്ന് സുരക്ഷിതമായി തിരിയുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, PSL തത്വം അനുസരിച്ച് ലുക്ക് ഘട്ടം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഓപ്ഷൻ എ നിങ്ങൾ ശരിയായ വേഗതയിലാണ് പോകുന്നതെന്ന് ഉറപ്പിക്കാൻ. ഓപ്ഷൻ ബി നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ. ഓപ്ഷൻ സി റോഡിന് ആവശ്യത്തിന് വീതിയുണ്ടോ എന്ന് പരിശോധിക്കാൻ. ഓപ്ഷൻ ഡി നിങ്ങളുടെ കണ്ണാടികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ. കറക്റ്റ് ആൻസർ ബി ആണ്, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്ധതയിലോ അപകടകരമായ സ്ഥാനങ്ങളിലോ ആരും ഇല്ലെന്ന് ഉറപ്പാക്കാൻ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, എപ്പോഴാണ് നിങ്ങൾ MSM തത്വം പിന്തുടരേണ്ടത്? ഓപ്ഷൻ എ നിങ്ങൾ തിരിയാനോ മറികടക്കാനോ ദിശ മാറ്റാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും. ഓപ്ഷൻ ബി ഓവർടേക്ക് ചെയ്യുമ്പോൾ മാത്രം. ഓപ്ഷൻ സി റെസിഡൻഷ്യൽ ഏരിയകളിൽ വാഹനം ഓടിക്കുമ്പോൾ. ഓപ്ഷൻ ഡി ക്യാരിയേജ് വേകളിൽ മാത്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, നിങ്ങൾ തിരിയാനോ മറികടക്കാനോ ദിശ മാറ്റാനോ ആസൂത്രണം ചെയ്യുന്ന ഓരോ തവണയും. പത്താമത്തെ ക്വസ്റ്റ്യൻ, കാറുകളിൽ യാത്ര ചെയ്യുമ്പോൾ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സുപ്രധാന സുരക്ഷാ ഉപകരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ചൈൽഡ് സീറ്റ് ബെൽറ്റ്. ഓപ്ഷൻ ബി ചൈൽഡ് റെസ്ട്രെയിന്റ് സിസ്റ്റം. ഓപ്ഷൻ സി ബേബി ഓൺ ബോർഡ് സൈനേജ്. ഓപ്ഷൻ ഡി ചൈൽഡ് ഹെഡ് റെസ്റ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ചൈൽഡ് റെസിസ്റ്റന്റ് സിസ്റ്റം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ചരക്കുകളുടെയോ യാത്രക്കാരുടെയോ ഒരു പ്രത്യേക ഗതാഗത ആവശ്യങ്ങൾക്കായി നിർമ്മിച്ചതോ മാറ്റിയതോ ആയ ഒരു മോട്ടോർ വാഹനത്തെ ഡാഷ് എന്നു പറയുന്നു. ഓപ്ഷൻ എ ചരക്ക് വാഹനം. ഓപ്ഷൻ ബി ഓൾട്ടേഡ് വെഹിക്കിൾ. ഓപ്ഷൻ സി പൊതുസേവന വാഹനം. ഓപ്ഷൻ ഡി പ്രത്യേക ഉദ്ദേശ്യ വാഹനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രത്യേക ഉദ്ദേശ്യ വാഹനം. 12ാമത്തെ ക്വസ്റ്റ്യൻ, ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷ ഡാഷ് ആണ് നൽകേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോറം 2.
13ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന രേഖകളിൽ ഒരു ലേണേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനുള്ള വിലാസവും പ്രായവും തെളിയിക്കുന്നതിനായി പരിഗണിക്കാത്ത രേഖകൾ ഏതാണ്? ഓപ്ഷൻ എ ആധാർ കാർഡ്, ഓപ്ഷൻ ബി ഇലക്ട്രിക് റോൾ, ഓപ്ഷൻ സി ലൈഫ് ഇൻഷുറൻസ് പോളിസി, ഓപ്ഷൻ ഡി വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈദ്യുതി അല്ലെങ്കിൽ ടെലിഫോൺ ബില്ലുകൾ. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്ന സമയം എപ്പോൾ? ഓപ്ഷൻ എ കാലഹരണപ്പെടുന്നതിന് 1 വർഷം മുൻപ്, ഓപ്ഷൻ ബി കാലഹരണപ്പെട്ട തീയതി കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ, ഓപ്ഷൻ സി മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്, ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും ശരിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മോട്ടോർ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അപേക്ഷാ ഫോം ഏതാണ്? ഓപ്ഷൻ എ ഫോം 19, ഓപ്ഷൻ ബി ഫോം 20, ഓപ്ഷൻ സി ഫോം 21, ഓപ്ഷൻ ഡി ഫോം 22. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോം 20. 16ാമത്തെ ക്വസ്റ്റ്യൻ തേർഡ് രജിസ്ട്രേഷൻ മാർക്ക് ഉൾപ്പെടെയുള്ള ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്ന് മുതലാണ് വാഹനത്തോടൊപ്പം വാഹന നിർമ്മാതാക്കൾ നൽകുന്നത്? ഓപ്ഷൻ എ 2018 ഏപ്രിൽ 1-ാം തീയതി മുതൽ, ഓപ്ഷൻ ബി 2018 ഒക്ടോബർ 1-ാം തീയതി മുതൽ, ഓപ്ഷൻ സി 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ, ഓപ്ഷൻ ഡി 2019 ഒക്ടോബർ 1-ാം തീയതി മുതൽ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, 2019 ഏപ്രിൽ 1-ാം തീയതി മുതൽ. 17ാമത്തെ ക്വസ്റ്റ്യൻ ചരക്ക് വാഹനങ്ങളുടെ മുന്നിൽ ഘടിപ്പിച്ച ടോപ്പ് ലൈറ്റുകളുടെ നിറം ഡാഷ് ആകുന്നു? ഓപ്ഷൻ എ വെള്ള, ഓപ്ഷൻ ബി മഞ്ഞ, ഓപ്ഷൻ സി പച്ച, ഓപ്ഷൻ ഡി ചുവപ്പ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വെള്ള. 18ാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ആണ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഫോം? ഓപ്ഷൻ എ ഫോം 40, ഓപ്ഷൻ ബി ഫോം 51, ഓപ്ഷൻ സി ഫോം 59, ഓപ്ഷൻ ഡി ഫോം 59A. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഫോം 59. 19ാമത്തെ ക്വസ്റ്റ്യൻ ഭാരത് സ്റ്റേജ് 6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഡാഷ് ആകുന്നു? ഭാരത് സ്റ്റേജ് 6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പുക മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി ഡാഷ് ആകുന്നു? ഓപ്ഷൻ എ 6 മാസം, ഓപ്ഷൻ ബി 1 വർഷം, ഓപ്ഷൻ സി 18 മാസം, ഓപ്ഷൻ ഡി 2 വർഷം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 വർഷം. ലേണേഴ്സ് ചോദ്യാവലിയിലെ 17ാമത്തെ ലെവലും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.